ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് പയർ മെഴുക്കുവരട്ടിയാണ്. പയർ മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാവരും വീടുകളിൽ തയ്യാറാക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 350 ഗ്രാം പയറാണ് കഴുകി കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം മെഴുക്കുവരട്ടിക്ക് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഒരു സവാള, 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ പീസ് തേങ്ങ കൊത്തിയിടാനായിട്ട്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ടുള്ള പാൻ ഇവിടെ ചൂടായിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മെഴുക്കുവരട്ടിക്കാകുമ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പുകൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് മൂടി വെക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ആ തേങ്ങയൊക്കെ ഒന്ന് കൊത്തിയെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഈ പയറൊക്കെ ഒന്ന് ചൂടായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഈ തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ മൂടി വെക്കാം. കാരണം പയർ നമുക്കറിയാം കുറച്ച് സമയം കൂടുതലെടുക്കും വെന്ത് വരാനായിട്ട്. അപ്പം വെള്ളമൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പതിയെ ഇരുന്ന് വേണം വേവാനായിട്ട്. അപ്പം ഞാനിത് ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം മൂടി വെക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പം ഞാനിവിടെ 2-3 പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വന്നിട്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പയറൊക്കെ വെന്ത് കറി റെഡി ആയിട്ടിരിക്കുകയാണ് ഇവിടെ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള പയർ മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.